Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the poem A Century Later by Imtiaz Dakar, Kaleidoscope for semester Calicut University, Common English. Why does the poet draw a comparison between school-going girls and soldiers? In our previous video, we discussed about short answer questions. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ടാണ് പോയറ്റ് സ്കൂൾ ഗോയിങ് ഗേൾസിനെയും സോൾജേഴ്സിനെയും തമ്മിൽ കമ്പാരിസൺ നടത്തിയിട്ടുള്ളത്? എ സെഞ്ചുറി ലേറ്റർ ബൈ ഇംതിയാസ് ദാക്കർ ഡ്രോ എ കമ്പാരിസൺ ബിറ്റ്വീൻ സ്കൂൾ ഗോയിങ് ഗേൾസ് ആൻഡ് സോൾജേഴ്സ്. The school girls are compared to the soldiers and the school is compared to the battlefield. This poem is concerned with the struggles of school girls around the world in fighting for their right to education against soldiers in a more traditional conflict. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും സ്കൂൾ ഗേൾസിനെ സോൾജേഴ്സുമായിട്ട് കമ്പാരിസൺ നടത്തുന്നത്. സ്കൂളിനെ ബാറ്റിൽ ഫീൽഡ്, അതായത് ഒരു യുദ്ധക്കളവുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് ഒരു പെൺകുട്ടിയുടെ അവകാശമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു യുദ്ധം തന്നെ നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. The school bell, typically associated with the start of a lesson, is portrayed as a call to battle, emphasizing the challenging nature of education. A step taken towards the classroom is likened to stepping into a firing line, suggesting that students are entering an environment filled with risk and challenges. അതായത് ഇവിടെ സ്കൂൾ ഗേൾസിനെ സോൾജേഴ്സുമായിട്ട് കമ്പാരിസൺ നടത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പെൺകുട്ടികളുടെ അവകാശമായിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് ഡിനൈ ചെയ്തിരിക്കുകയാണ്. അത് അവർക്ക് നേടിയെടുക്കാൻ അവർ ഒരുപാട് സോൾജേഴ്സിനെ പോലെ, യുദ്ധക്കളത്തിലിറങ്ങിയിട്ടുള്ള സോൾജേഴ്സിനെ പോലെ ഒരുപാട് പോരാടേണ്ടതായിട്ട് വരുന്നുണ്ട്. അവർ സ്കൂളിനെ ഒരു ബാറ്റിൽ ഫീൽഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ അവർ ക്ലാസ് റൂമിലേക്ക് വെക്കുന്ന ഓരോ സ്റ്റെപ്പും ആ ഒരു ഫയറിംഗ് ലൈനിലേക്ക് എടുത്തു വെക്കുന്നത് പോലെയാണ് ഈ ഒരു പോയറ്റിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കൂൾ ഗോയിങ് അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം റിസ്ക് നിറഞ്ഞിട്ടുള്ള ചലഞ്ച് ആയിട്ടുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹൗ ഡു ദ സ്കൂൾ ഗേൾസ് ഹോപ്പ് ടു അറ്റൈൻ ദെയർ റൈറ്റ്സ്? എങ്ങനെയാണ് ഈ സ്കൂൾ ഗേൾസ് അവരുടെ അവകാശം നേടിയെടുക്കാൻ എങ്ങനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്? ദ സ്കൂൾ ഗേൾസ് ഹോപ്പ് ടു അറ്റൈൻ ദെയർ റൈറ്റ്സ് ബൈ എഡ്യൂക്കേറ്റിംഗ് ദംസെൽസ്. ദേ ആർ ഡെസ്പറേറ്റ് ആൻഡ് ക്യാൻ നോ ലോങ്ങർ ടോളറേറ്റ് ഹ്യൂമിലിയേഷൻ. നോ ഫിയേഴ്സ് വെപ്പൺസ് ക്യാൻ സ്റ്റോപ്പ് ദ ഗേൾസ് പർസ്യൂട്ട് ഫോർ നോളജ്. അപ്പോൾ ഈ പെൺകുട്ടികൾ അവരുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് അത് നേടിയെടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അവർ തന്നെ എഡ്യൂക്കേറ്റഡ് ആയി കാണിച്ചുകൊണ്ടാണ്. അതുപോലെ ഒരു വെപ്പണിനും, അതായത് ഒരു ആയുധത്തിനും ഇവരുടെ ഈ ഒരു നോളജിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. വാട്ട് ഹാപ്പൻ ടു മലാല യൂസഫ്സായ്? മലാല യൂസഫ്സായ് ഇസ് എ പാകിസ്ഥാനി ഫീമെയിൽ എഡ്യൂക്കേഷൻ ആക്ടിവിസ്റ്റ് ആൻഡ് ദ 2014 നോബൽ പീസ് പ്രൈസ് ലോറേറ്റ്. മലാല യൂസഫ്സായ് പാകിസ്ഥാനി ഫീമെയിൽ എഡ്യൂക്കേഷൻ ആക്ടിവിസ്റ്റാണ്. 2014 നോബൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. താലിബാൻ ഗവൺമെൻറ് ഷോട്ട് ഹെർ ആസ് ഷി റോഡ് ഹോം ഓൺ എ ബസ് ആഫ്റ്റർ ടേക്കിംഗ് ആൻ എക്സാം. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ആക്ടിവിസ്റ്റാണ്. പെൺകുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് അത് അവരുടെ അവകാശമാണെന്ന് പറഞ്ഞ് ഒരുപാട് പോരാടിയിട്ടുള്ള ആളാണ് മലാല യൂസഫ്സായ്. ഒരിക്കൽ താലിബാൻ ഗവൺമെൻറ് മലാല യൂസഫ്സായിനെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ബസ്സിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എ സെഞ്ചുറി ലേറ്റർ ബൈ ഇംതിയാസ് ദാക്കർ alludes to the specific event, the shooting of Malala Yousafzai in 2012, a young human rights activist who continues to campaign for the education of women. Her unwavering determination even in the face of death is an inspiration to those that follows. അപ്പം നമ്മളുടെ ഈ ഒരു എ സെഞ്ചുറി ലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇംതിയാസ് ദാക്കറിൻ്റെ ഈ ഒരു കവിത ആ ഒരു ഇൻസിഡൻറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. 2012 മലാല യൂസഫ്സായിക്ക് വെടിയേറ്റ ആ ഒരു സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വാട്ട് അഡ്വൈസ് ഡസ് ദ പോയിറ്റ് വാണ്ട് ടു ഗിവ് ടു ദ സ്കൂൾ ഗേൾസ്? ഇംതിയാസ് ദാക്കർ സ്കൂൾ ഗേൾസിന് നൽകുന്ന അഡ്വൈസ് എന്താണ്?
Imtiaz Nagar gives advice to the schoolgirls. The poet urges them to assert their identity and be proud of their womanhood. They have to equip themselves to embrace their identity through attaining knowledge. They are ready to line up in fight and win the battle. അതായത് ഇംതിയാസ് നാഗർ നൽകുന്ന ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഐഡൻറ്റിറ്റിയിൽ ഉറച്ചു നിൽക്കുക, അവരുടെ വുമൻഹുഡിൽ അവർ വളരെ പ്രൗഡാകുക, അതുപോലെ അവരുടെ ആ ഒരു റൈറ്റ്, അവരുടെ ആ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് പോരാടുക, അതിൽ അവർക്ക് വിൻ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. കമൻറ്റ് ഓൺ ദ സിംബോളിസം ഓഫ് വാർ ഇൻ ദ പോം എ സെഞ്ച്വറി ലേറ്റർ. ഓക്കെ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 300 വേർഡ്സ്. ഇത് ലോങ് ആണ്. നമ്മുടെ ഈ ഒരു പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള സിംബോളിസം, വാറിനെ സിംബലൈസ് ചെയ്യുന്ന ഇതിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. A Century Later by Imtiaz Nagar uses the symbolism of war. It reflects various struggles gone through by oppressed young girls. They have to fight in order to gain the basic right. അപ്പോൾ ഇതിൽ വാറിൻ്റെ സിംബോളിസം പോയിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഇംതിയാസ് നാഗർ. ഇത് എന്തിനാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? വാർ ഒരു സിംബോളിസമായിട്ട് വരുന്നത് ഈ ഒരു സ്കൂൾ ഗോയിങ് ഗേൾസ് എത്രത്തോളം ഒപ്രസ്ഡാണ്, അവരെത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവരുടെ ആ ഒരു അവകാശമായിട്ടുള്ള എഡ്യൂക്കേഷൻ, പവർ ഓഫ് നോളജ് അറ്റൈൻ ചെയ്യാൻ അവരെത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ഒരു സിംബോളിസമായിട്ട് വന്നിട്ടുള്ളത്. ഇംതിയാസ് നാഗർ ഈസ് renowned for her versatility as a poet, artist and filmmaker. This poem is a purposeful commemoration to draw a comparison between school-going girls and soldiers in the war front. The poet also wants to bring in the fact that even after two devastating world wars that topple human life altogether. അപ്പോൾ ഇംതിയാസ് നാഗർ ഒരു ബഹുമുഖ പ്രതിഭയാണ്, പോയറ്റ്, ആർട്ടിസ്റ്റ്, ഫിലിം മേക്കർ എന്ന നിലയിൽ. അതുപോലെ ഇംതിയാസ് നാഗർ ഈ ഒരു പോയത്തിലൂടെ ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട് സ്കൂൾ ഗോയിങ് ഗേൾസിനെയും സോൾജേഴ്സിനെയും തമ്മിൽ, അതായത് യുദ്ധമുഖത്ത് നിൽക്കുന്ന സോൾജേഴ്സിനെയും തമ്മിൽ കമ്പാരിസൺ നടത്തുന്നുണ്ട്. The poem obviously alludes to the specific event, the shooting of Malala Yousafzai in 2012, a young human rights activist who continues to campaign for the education of women. അതുപോലെ ഈ ഒരു പോയം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് 2012 നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ്. മലാല യൂസഫ്സായിനെ സ്കൂൾ ബസ്സിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മലാല യൂസഫ്സായ് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ ആക്ടിവിസ്റ്റാണ്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ഒരാളാണ് Malala Yousafzai. Her unwavering determination, even in the face of death, is an inspiration to those that follow. Schoolgirls fight in order to gain basic right. The schoolgirls are shown as soldiers, and the school is described as battlefield. Nagar expressed women's desire to be free from oppressive rules. അപ്പോൾ ഇംതിയാസ് നാഗർ ഈ ഒരു പോയത്തിലൂടെ ഈ ഒരു സ്കൂൾ ഗോയിങ് ഗേൾസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരുപാട് പ്രോബ്ലംസ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ബേസിക് നീഡാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അതുപോലും ഡിനൈ ചെയ്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് അവർ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരൊരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സോൾജേഴ്സിനെ പോലെ ആണ് അവരെ കാണപ്പെടുന്നത്, അവരെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. The poem begins by referring to the sound of the school bell as being a call to battle. She uses imagery related to war to portray the violence against women that is occurring in the context of the right to an education. അതുപോലെ നമ്മുടെ ഈ ഒരു പോയത്തിൽ വാർ എന്നതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സിംബോളിസം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയം ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ സ്കൂൾ ബെല്ലിനെ സ്കൂൾ ബെല്ലിൻ്റെ സൗണ്ട് എ കോൾ ടു ബാറ്റിലുമായിട്ട് കമ്പാരിസൺ നടത്തുന്നുണ്ട്. ഇതൊക്കെ ആ ഒരു വാറിൻ്റെ വയലൻസാണ് ഇവിടെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് ദ പോം ഷീ ഫർദർ juxtaposes ideas of innocence with the images of violence. As is a true experience of young women in schools, she creates an extremely vivid image in her description of missile which slices through the child's mind to an orchard in full bloom. അതുപോലെ മിസൈൽ, ഇതൊക്കെ വാറിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു ഇമേജറിയാണ്.
ഓക്കെ. അതുപോലെ ആ കുട്ടിയുടെ മൈൻഡ് ഒരു ഓർഷാഡ് ഇൻ ഫുൾ ബ്ലൂം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ദിസ് റെവിഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഈവൻ ദ മോസ്റ്റ് ഹാർംഫുൾ ഓഫ് വെപ്പൺസ് cannot truly destroy the innate and natural force of human strength. This poem acts as a declaration announcing that this battle will soon come to an end and that women will have won. അതുപോലെ പിന്നീട് ഈ ഒരു പോയത്തിൻ്റെ അവസാനത്തിൽ നമ്മുടെ ഇംതിയാസ് സക്കർ പറയുന്നുണ്ട്, ഒരിക്കലും ഈ ഒരു പെൺകുട്ടികളുടെ ആ ഒരു പവർ ഓഫ് നോളജിനെ ഒരു വെപ്പണിനും ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരു ഡിക്ലറേഷൻ രൂപത്തിൽ ഇംതിയാസ് സക്കർ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടികൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു അവരുടെ അവകാശം നേടിയെടുക്കുകയാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും അവർക്ക് വിൻ ചെയ്യാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.